ഹലോ, അസ്സാം വലൈക്കും ഗൈസ്. ഞാനിവിടെ ഇന്ന് വെക്കാൻ പോകുന്നത് ചൂരമീൻ്റെ തലയിട്ടുള്ള ഒരു തലക്കറിയാണ്. ഷാപ്പിലെ കറി എന്നും പറയും. അതേപോലത്തെ ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഇത് വെളിച്ചെണ്ണ അല്ല എടുത്തിരിക്കുന്നത്, പാം ഓയിൽ വീത്തി അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിൽ ഉലുവയിട്ട് എന്നിട്ട് സവാള ഇട്ട് നല്ലവണ്ണം വരണ്ട് വരുന്നത് വരെ കാത്തിരിക്കുക. ഞാൻ ഇതില് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, ഉപ്പിട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. സവാളയും ഉലുവയും മാത്രം ഇട്ട് നല്ല വഴണ്ട് വരുന്നത് വരെ കാത്തിരിക്കുക. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും ഈ സവാളയുടെ കുഞ്ഞഞ്ചനായ ചെറിയ ഉള്ളിയെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴ് അവർ രണ്ടും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇളക്കി മറിച്ചു ഈ കൂട്ടുകുടുംബത്തെ സിമ്മിലിട്ട് പതിയെ വേവാൻ വെക്കുക. നല്ല വഴണ്ട് വരണം, അതിന്റെ പച്ചമണം എല്ലാം മാറി നല്ല മണത്തിൽ വരണം. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയും ഈ എണ്ണയിലും ഇതിലൊക്കെ കിടന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് അടി പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് എന്തെന്ന് അറിയാവോ? ഇതില് എണ്ണ എപ്പോഴും മുമ്പന്തിയിൽ നിൽക്കണം. കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവർക്ക് ധൈര്യമായി കഴിക്കാം. എന്നിട്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന്റെ വീഡിയോ മിസ്സായിപ്പോയി. ഓക്കെ, ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുളക് പൊടി, നമ്മുടെ എരിക്ക് അനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ച് കളയില്ല, മുമ്പേ വെള്ളം ഒഴിച്ച് കളയേ ചെയ്യരുത്. മുമ്പൊക്കെ ഞാൻ വെക്കുന്ന കറിയില് ചൂരക്കറി വയ്ക്കുന്ന 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കാറ്. ഇതില് ഈ ഉള്ളിയുടെയും ഈ വെളുത്തുള്ളി, ചെറിയ ഉള്ളിയുടെയൊക്കെ തക്കാളിയുടെയൊക്കെ നല്ല വഴണ്ട് വരുന്നത് വരെ വെള്ളം ഒഴിക്കുകയെ ചെയ്യരുത്. ഞാൻ ഇതില് കുരുമുളക്, ഒരു തക്കാളി, പിന്നെ 2-3 അല്ലി ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പൊ അവരെല്ലാരും കൂടെ ഒരു കൂട്ടുകുടുംബായി മിക്സ് ആവുന്നുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയും കണക്കാണ് ഇവരുടെ കാര്യം. ഓക്കെ, എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അതിൽ കിടന്ന് വേവുന്ന സമയത്ത്, വേവുന്നതെന്ന് പറയുമ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സായി പച്ചമണം മാറുന്ന സമയത്ത് കുടംപുളി കൂടി ഇട്ട് കൊടുത്ത്, ആ കുടംപുളി കഴുകി കളഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ ഇട്ട് നമ്മൾ കോരാൻ വേണ്ടി വെച്ചിരിക്കൂലേ, ആ വെള്ളവും കൂടി അതിൽ ഇട്ട് വെച്ചെടുത്തിട്ട് നമ്മുടെ താരമായ ചൂരമീനിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ ഞാൻ തലയാണിടുന്നത്. ഇത് തലക്കറിയുടെ റെസിപ്പിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മീനിടാതിരിക്കുന്നില്ല. തലയും മീനും മുള്ളൊക്കെ ഇട്ടിട്ട് വെക്കുന്നതാ. ഞാൻ ഈ മീൻ ഇങ്ങനെ വരിഞ്ഞ് കറിയിലിടാന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് പുറത്ത് നമ്മുടെ താരത്തിന്റെ ചിറകടി ശബ്ദം. ചെന്ന് നോക്കിയപ്പോഴാ എന്റെ ഹുദുഹുദു ഇരിക്കുന്ന എന്റെ പടച്ചോരെ. ഞാൻ പേടിച്ച് മീനും കളഞ്ഞിട്ട് ഓടി. അവൻ കൊത്തുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് പൊടി കുഞ്ഞൊക്കെ ഉള്ളയല്ലേ. അപ്പോഴത്തേക്ക് അവൻ വാന്തേ വല്ലോ ചെയ്താ ഇനി വാക്സിൻ എടുക്കണോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതും കളഞ്ഞിട്ട് ഓടി. എന്നിട്ട് അവൻ പോയതിന് ശേഷം ഞാൻ അതിനെ കഴുകിയെടുത്ത് ഒന്നുകൂടി കൊടുത്തു. അപ്പോഴവൻ പിടിച്ചില്ല. അവൻ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കാനാ വരുന്നത്. അവന്റെ വരവ് കാണുമ്പോഴത്തേക്ക് ഞാൻ പേടിച്ചോടും. പിന്നെ ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞു, നീ അനങ്ങാതെ അവിടെ ഇരുന്നോ, ഞാൻ ഇട്ടുതരാന്ന്. എന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തപ്പോ ഹുദു പിടിച്ചത് കണ്ടോ. എന്തൊരു ഉഞ്ഞാണല്ലേ എന്റെ മക്കൾക്ക്, മാഷാ അല്ലാ. അങ്ങനെ അവൻ അതും വാങ്ങിക്കൊണ്ട് ആ സൺസൈഡിൽ പോയിരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് ഈ ചൂരയുടെ വാല് ഭാഗം കറിയിലിടാൻ വേണ്ടിയിട്ട് നല്ല വരഞ്ഞ് കറിയിലിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വരഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഹുദു വന്നത്. അപ്പൊ അവന്റെ കൂടെ കളിച്ചോണ്ട് നിന്നിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് കറി ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. അവന് പോയി പിന്നെയും കുറച്ച് മീനിന്റെ വേസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ഉമ്മ എന്നെ അകത്ത് വഴക്ക് പറഞ്ഞു തുടങ്ങി.
മണി 1:30 ആയി, നീ ഇതുവരെ ഒന്നും ചെയ്തില്ലേ, പരുന്തിൻ്റെ കൂടെ കളിച്ചോണ്ട് നടന്നോന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ ദേ വന്ന് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുന്നു. കറി തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് മീൻ വറുക്കാൻ കൂടി ഇടാം. ഇത് ഞാൻ പുരട്ടി വെച്ചിരുന്ന് മീൻ പൊരിക്കാൻ വേണ്ടി പുരട്ടിയത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ഇത്രയും കൂടെ ഇട്ട് ചതച്ച്, പെരിഞ്ചീരകം ഇടാൻ കേട്ടോ, അത് ഓപ്ഷണലാണ്. അങ്ങനെ ഞാൻ ചതച്ച് വെളിച്ചെണ്ണ വീത്തി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങളെ അതിലേക്ക് പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 2 വാളയും കൂടി ഉണ്ട് കേട്ടോ, വാള കഷ്ണം കൂടിയുണ്ട്. അത് തലേ ദിവസത്തെ മീനിൻ്റെതാണ്. അങ്ങനെ ദേ ഞാൻ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മീൻ കറിക്ക് കഷ്ണം എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഇതേപോലെയൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കണം, എങ്കിലേ അതിന്റെ മസാലയും ഉപ്പും പുളിയൊക്കെ എല്ലായിടത്തും പിടിക്കുള്ളൂ. വലിയ കഷ്ണമാണെങ്കിൽ അത് എല്ലായിടത്തും പിടിക്കാൻ കുറച്ചുകൂടി സമയം എടുക്കും. ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കുന്നതാ ഭയങ്കര ടേസ്റ്റ്. അപ്പോഴത്തേക്ക് ഇതേ ഞാൻ മീനെല്ലാം പറക്കിയിടുന്നുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ ഹുദുഹുദുവിനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇഷ്ടമാണേലും അല്ലേലും എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും എല്ലാം പറയണം കേട്ടോ. എല്ലാം കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും തിരുത്തണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാം. ദേ പിന്നെ ചൂരകഷ്ണങ്ങളെല്ലാം പൊരിക്കായിട്ട് ദേ 2 വാളക്കഷ്ണം ബാലൻസ് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്തൊന്ന് കിളിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് എണ്ണ എല്ലായിടത്തും ആയി നല്ലോണം മൊരിഞ്ഞു വരും. നിങ്ങൾ പൊരിക്കായിട്ടിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മുടെ ഉമ്മാമ്മയൊക്കെ പണ്ട് ഇങ്ങനെ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ തലമുറയിലും ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും ഫ്രൈ പാനിലല്ലേ പൊരിക്കുന്നേ. അങ്ങനെ അതേ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. എന്റെ ചാറൊക്കെ ഞാൻ എടുത്ത് ഉപ്പ് നോക്കി കേട്ടോ, മാഷാല്ലാ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇത്രയും നാൾ വെച്ചതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഞാൻ നല്ല നെയ്യുള്ളൊരു ചൂര വെച്ചതിന്റെ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്. അതും ഇതും കിടുവായിട്ടുണ്ട് മാഷാല്ലാ. എല്ലാം ഒന്നിനൊന്ന് മിച്ചം. അപ്പോഴത്തേക്ക് ഷാപ്പിലൊക്കെ വെക്കുന്ന കറിയില്ലേ, ചൂരത്തല കറി, അതിന്റെ റെസിപ്പിയാണ് ഞാൻ ദേ ഇവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ചോറ് നമ്മൾ കഴിക്കുന്നത് എന്തെന്നറിയാവോ? ഇത് റേഷൻ്റെ ചോറാണ് കേട്ടോ. റേഷൻ്റെ ചോറും മീൻകറിയും ദേ മീൻ പൊരിച്ചതും. നമ്മൾ ആ ബബ്ലൂസ് നാരങ്ങയില്ലേ, ഈ കമ്പിളി നാരങ്ങ, അത് തിന്നാൻ ഏറ്റവും നല്ല ടേസ്റ്റ് ദേ ഇങ്ങനെയാണ് കേട്ടോ. ഉപ്പ് ഇടണ്ട, മുളക് പൊടി ഇടണ്ട. അങ്ങനെ വീഡിയോയിലൊക്കെ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ദേ ഇതിനെ ഇങ്ങനെ ഇളക്കിയെടുത്ത് കഴിക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ്. ഞാൻ ചാമ്പക്ക ആണേലും മാങ്ങ ആണേലും നമ്മുടെ കറുത്ത മുന്തിരിയില്ലേ, അതൊക്കെ ആണെങ്കിൽ കഴുകിയിട്ട് ഇങ്ങനെ ചോറ് തിന്നുന്ന സമയത്ത് അതിന്റെ കൂടെ ഇട്ട് കഴിക്കാറുണ്ട്. കറിയില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും, ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. ദേ ഇതും കൂടെ ആ ചോറിലോട്ട് വെച്ചങ്ങ് കഴിക്കുക. മാഷാല്ലാ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മാഷാല്ലാ നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഓക്കെ.